പങ്കജ് ഭണ്ഡാരിയുടെ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ മൊഴികളിലൊക്കെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പങ്കജ് സ്മാർട്ട് ക്രിയേഷൻ എന്തിനാണ് കേരളത്തിൽ കൊച്ചിയിലെ അഭിഭാഷകൻ എന്നൊരു ചോദ്യമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിപ്പോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ പൂശുന്നത് പ്യുവർ ചെമ്പുവാളി മാത്രമേ പൂശുകയുള്ളൂ, അതല്ലാതെയുള്ള സ്വർണ്ണം പൂശിയ വാളികൾ ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അതിനുള്ള സാങ്കേതിക വിദ്യയില്ല, ഞങ്ങൾ പ്യുവർ ചെമ്പുവാളി മാത്രമേ പൂശുകയുള്ളൂ എന്ന് ആദ്യഘട്ടത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് സ്വർണ്ണം പൂശിയ പാളി വന്നു. അതിൽ നിന്ന് സ്വർണ്ണം വേർപെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നതും കണ്ടു. അതുകൊണ്ട് പങ്കജ് ഭണ്ഡാരിയെ ശരിക്കും ചോദിക്കാനുണ്ട്. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടാനും ഇനിയും ഉണ്ട് ഷഫീദ്. നേരത്തെ അതായത് നമ്മൾ ഈ വാർത്ത നൽകുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ പങ്ക് സംബന്ധിച്ചും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇക്കാര്യത്തിലെ ദുരൂഹ ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അത് നമ്മൾ പങ്കുവച്ചതാണ്. മാത്രമല്ല ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട 2 ഏജൻസികളുമായും അതായത് ദേവസ്വം വിജിലൻസുമായും അതേപോലെ തന്നെ SITയുമായും നടത്തിയിട്ടുള്ള ഇടപാടുകൾ, പലതരത്തിലുള്ള മൊഴി, ആ മൊഴിയിൽ വലിയ തരത്തിലുള്ള ദുരൂഹത സംശയിക്കുകയും ചെയ്തിരുന്നു. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ആദ്യഘട്ട മൊഴി, അതായത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗോൾഡ് പ്ലേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇവർ നൽകിയിരിക്കുന്ന മൊഴി, അതായത് തങ്ങളൊരു ഫ്രഷ് കാര്യത്തിൽ മാത്രമാണ് ഈ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പങ്കജ് ഭണ്ഡാരിയെ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച ഇവരുടെ ഒരു സംവിധാനം, അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചു. അതിനുശേഷം അവിടെ വെച്ച് ഇതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കി, ആ മോൾഡ് അവിടെ വെച്ച് സ്വർണ്ണം ഉരുക്കി, ശബരിമല സ്വർണ്ണപ്പാളികൾ ഉരുക്കി, അതിനുശേഷം ഈ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന അവരുടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലേക്ക്, ചെന്നൈയിലെ ഓഫീസിലേക്ക് അടക്കം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന പാളി അത് യഥാർത്ഥ പാളിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പങ്കജ് ഭണ്ഡാരിക്ക് കൃത്യമായ ഉത്തരമില്ല. അതേസമയം SITയെ സംബന്ധിച്ച് SITക്ക് കിട്ടിയിരിക്കുന്ന പലതരത്തിലുള്ള മൊഴികളിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന വിവരം ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലേക്ക് എത്തിച്ചത് അത് ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളി അല്ല എന്നൊക്കെയുള്ള സംശയം അതാണിപ്പോൾ SITക്കുള്ളത്. ആ സംശയത്തിന്റെ കൃത്യമായ മറുപടി അത് കൊടുക്കാൻ പങ്കജ് ഭണ്ഡാരിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണപ്പാളി ഉരുക്കലുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് കൃത്യമായ പങ്കുണ്ട്, മാത്രവുമല്ല അവർക്ക് ഇക്കാര്യത്തിൽ അറിവ് എന്നതിനപ്പുറത്തേക്ക് ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഹഷ്മി, ഈ ഗോവർദ്ധൻ അറസ്റ്റിനേക്കാൾ ഈ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് കുറച്ചുകൂടി നിർണായകമാണ് പല അർത്ഥത്തിൽ തോന്നുന്നു ഷഫി. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഒടുവിൽ വാസു കോടതിയിൽ വാദിക്കുന്ന ഇത് ഈ ചെമ്പുപാടുകളിൽ സ്വർണം പൂശുന്നതിന് രേഖകളില്ല എന്നുള്ളതാണ്. ഇപ്പോഴും രേഖകൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? സർക്കാർ ചില മൊഴികൾ പറയുന്നതല്ലാതെ രേഖകൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ആ രേഖകൾ തന്നെ ഇപ്പോൾ നിലവിൽ നശിപ്പിക്കപ്പെടാത്ത രൂപത്തിലുണ്ടോ എന്നൊക്കെ പറയേണ്ടത് SIT ആണ്. അപ്പോൾ അതിൽ തെളിവ് അവിടെ ഉണ്ടാവണം. അതിൽ ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അതിനിർണായകമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല ആരോപിക്കുന്ന ഒരു വ്യവസായയുടെ കാര്യം, ഇത് മൊത്തം പുറത്തേക്ക് കടത്തി എന്നുള്ള ഒരു ആരോപണം അവിടെയുണ്ട്. അതിനു മൂന്ന് ആരോപണം, ഈ ദ്വാരപാലകർ ഒന്നാകെ ഈ പറയുന്ന സ്വർണം പൂശാൻ പോയതിന് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, യഥാർത്ഥ സാധനം എന്നേ മാറ്റി എന്ന മറ്റൊരു വെർഷൻ അവിടെയുണ്ട്. അതിലൊക്കെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി നിർണായകമാണ്. നിർണായക കണ്ണിയാണ് ഭണ്ഡാരി. ഷഫീദ്, അശ്മി, ഉറപ്പായിട്ടും അതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യഘട്ട ആസൂത്രണത്തിലെ കണ്ണി അത് പങ്കജ് ഭണ്ഡാരി ആണ് എന്നുള്ള സംശയം ഇപ്പോൾ SITയെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇവർ നടത്തിയിട്ടുള്ള ഇടപാട് നമുക്കറിയാം. 2019 ഈ സ്വർണ്ണപ്പാളികൾ അത് ഈ കേരളത്തിൽ നിന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം ബാംഗ്ലൂരിൽ എത്തിച്ച് അതിനുശേഷം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി ഏറെ ദിവസം ഹൈദരാബാദിൽ സൂക്ഷിച്ചത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരം ഉണ്ടായിട്ടില്ല. പക്ഷേ SIT വളരെ രഹസ്യ സ്വഭാവത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലടക്കം ഇതിലെ കൊള്ള എന്ത് എന്നത് സംബന്ധിച്ച ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായി നമുക്ക് പറയാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ അറസ്റ്റിന് കാരണമായിരിക്കുന്നത് ഹൈദരാബാദിലും ചെന്നൈയിലും നടന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇടപാടുകൾക്ക് പങ്കുവഹിച്ചത് അല്ലെങ്കിൽ ആ ഇടപാടുകൾക്ക് കാരണമായത് അത് പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷൻസുമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ ഒരു ഘട്ടം മാത്രവുമല്ല, സാമ്പിളിംഗ് പോലെ ഇതിന് മുൻപ് നടത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള സംശയങ്ങൾ SITയെ സംബന്ധിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് ഈ വിഷയത്തിൽ ആദ്യം മൊഴി മാറ്റിയത്. രണ്ടാമത്തേത് ഈ സ്വർണം സംബന്ധിച്ച് അവർ നൽകിയിരിക്കുന്ന വ്യക്തമല്ലാത്ത മറുപടി. 3, അവരുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ ഈ കൊണ്ടുവന്ന പാളി അത് ഏത് സമയം കൊണ്ടുവന്നു, ആരാണ് കൊണ്ടുവന്നത്, അതിനുശേഷം മറ്റെന്ത് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. 4, നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു പേര് കേട്ടതാണ്, ചെന്നൈയിലെ ഇവരുടെ ഓഫീസിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ
സ്വർണം എത്തിക്കാൻ നിയോഗിച്ചയാൾ അതിനുശേഷം ഗോവർദ്ധനിലേക്ക് ഈ സ്വർണം എത്തുന്നു. ആ സ്വർണം അത് ഏത് രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ചോദ്യം ചെയ്യലിലോ മൊഴിയെടുക്കലിലോ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഇതാണ് SITക്ക് ഈ വിഷയത്തിൽ സംശയം ജനിപ്പിക്കാനുള്ള കാരണം. ഇപ്പോൾ SIT എത്തി നിൽക്കുന്ന വിലയിരുത്തൽ അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിനും അതിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്കും സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലേക്ക് ഒരു പാളി എത്തിച്ച് അതിൽ സ്വർണം പൂശിയത് മാത്രമല്ല, ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉരുക്കുന്നതിൽ, അത് മറച്ചു വിൽക്കുന്നതിൽ, അതിന് ഇടനില നിന്നതിലൊക്കെ ഈ വിഷയത്തിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്ക് പങ്കുണ്ടാകാം എന്നുള്ള സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറെ വൈകി വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിനൊപ്പം ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തു. അത് സ്വാഭാവികമായ ഒരു പ്രൊസീജിയറായി തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലായിരുന്നു ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് നടത്തിയ തെളിവെടുപ്പിന്റെ ഭാഗമായി ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്ക് എത്തി. അവിടെ വെച്ച് ഈ സ്വർണ്ണങ്ങൾ കണ്ടെടുക്കുന്നത് ഏതാണ്ട് 400 ഗ്രാമോളം സ്വർണ്ണമായിരുന്നു കണ്ടെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം ബാക്കി ശബരിമലയിൽ നിന്ന് കടത്തുന്നു, ആ കടത്തിയ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് സ്വർണം വേർതിരിക്കുന്നു. വേർതിരിച്ച സ്വർണം ഈ പറയുന്ന കൽപേഷ് എന്നല്ല ഇടനിലക്കാരൻ്റെ പേര്, കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്ലോട്ട്. നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ അറിയില്ല എന്നാണ് ഒരു പ്ലോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരുടെ അറസ്റ്റിന് തുടർച്ചയിൽ ഒരു അറസ്റ്റ് പരമ്പര കൂടി പ്രതീക്ഷിക്കണം ഷഫീദ്. ഉറപ്പായിട്ടും അതിൽ ഏതെങ്കിലും തരത്തിൽ ഇടനില നിന്ന ആൾ എന്ന രീതിയിലല്ല ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ 2 അറസ്റ്റിലും കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയുടെ ഇടപെടൽ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടനില എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം സംശയിക്കുന്നതല്ല. പകരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ്, ധാരണ, ഇവരുടെ എക്സിക്യൂഷനിൽ, ആസൂത്രണത്തിൽ, ആ കോൺസ്പിറസിയിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള വിവരം അത് SIT ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഫോം ഉണ്ട്. അത് ഔദ്യോഗികമായി തന്നെ SIT പറയേണ്ടതാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരം. ഏതായാലും 2 പ്രധാനപ്പെട്ട അറസ്റ്റ് അല്പസമയം മുൻപാണ് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം SIT കേൾക്കേണ്ടി വരുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് SITക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അത് ഹൈക്കോടതി ചോദിച്ച അറസ്റ്റ്, അത് നമുക്കറിയാം A പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന മറ്റു 2 പേരുടെ നീക്കങ്ങളായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള, അതായത് ഈ ചെന്നിത്തല വഴി ഒരു വ്യവസായി നൽകിയിരിക്കുന്ന മൊഴിയടക്കം ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം 2ാമത്തെ ഭാഗത്താകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഇതിനെങ്ങനെ പരുവപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെങ്ങനെ ക്രയവിക്രയം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കിട്ടുന്ന ഒരാളുടേക്ക് അറസ്റ്റ് പോയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഏതായാലും SIT വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതും ഗൗരവമുള്ളൊരു കാര്യമാണ്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.